ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CSCB ആൻഡ് PSC മാസ്റ്റർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ CSCB ജൂനിയർ ക്ലർക്ക്, സെക്രട്ടറി തുടങ്ങിയ എക്സാംസിന് അതുപോലെ കേരള ബാങ്കിനും വേണ്ടി നമ്മൾ ഇന്ന് മുതൽ ഒരു ക്രാഷ് കോഴ്സ് ആരംഭിക്കുകയാണ്. നമ്മുടെ എല്ലാ ടോപ്പിക്കും നമ്മൾ ഈ ക്രാഷ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ ഫോറിൻ കോർപ്പറേഷൻ എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കുവാനാണ് ഉദ്ദേശിക്കുക. അപ്പോൾ ഫോറിൻ കോർപ്പറേഷനിൽ നിന്ന് സാധാരണ സ്ഥിരമായിട്ട് എക്സാംസിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പം ഫോറിൻ കോർപ്പറേഷൻ എന്നുള്ള ഭാഗം ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കാത്തൊരു ഭാഗമാണ്. അപ്പോൾ ഫോറിൻ കോർപ്പറേഷൻ്റെ പ്രധാനപ്പെട്ട കൺട്രീസും അതുപോലെ അവിടുത്തെ കോപ്പറേറ്റീവ് ലീഡേഴ്സും എന്നുള്ള ടോപ്പിക്കാണ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ചും അതുപോലെ റോബർട്ട് ഓവനെ കുറിച്ചുമാണ് ഇന്ന് പഠിക്കുവാൻ ഉദ്ദേശിക്കുക. നമുക്ക് സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതുപോലെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഇംഗ്ലണ്ട് എന്നുള്ള കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രധാനപ്പെട്ട ചില പ്രത്യേകതകളാണ്. ആദ്യമായിട്ട് ഇംഗ്ലണ്ട് ഈസ് കൺസിഡേർഡ് ആസ് ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ഇംഗ്ലണ്ടിനെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ബർത്ത് പ്ലേസ് എന്നാണ് അറിയപ്പെടുന്നത്. ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഇംഗ്ലണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ക്രാഡിൽ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. വിച്ച് കൺട്രി ഈസ് നോൺ ആസ് ക്രാഡിൽ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസറും ഇംഗ്ലണ്ടാണ്. ക്രാഡിൽ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, അതുപോലെ ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇതൊക്കെ ഇംഗ്ലണ്ടാണ്. അതുപോലെ തന്നെ അടുത്ത പ്രധാനപ്പെട്ടത് ബർത്ത് പ്ലേസ് ഓഫ് സ്റ്റോർ മൂവ്മെൻറ്റിൻ്റെ ബർത്ത് പ്ലേസ് എന്ന് ചോദിച്ചാലും ഇംഗ്ലണ്ടാണ്. അപ്പോൾ ഇംഗ്ലണ്ടിനെ കുറിച്ച് പ്രധാനപ്പെട്ട 3 പോയിന്റ് പഠിച്ചു. ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, ക്രാഡിൽ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, അതുപോലെ സ്റ്റോർ മൂവ്മെൻറ്റിൻ്റെ ബർത്ത് പ്ലേസ്. ഇനി നമ്മൾ കാണുന്നത് റോബർട്ട് ഓവനെ കുറിച്ചാണ്. ഇംഗ്ലണ്ടിലെ പ്രധാനപ്പെട്ട കോപ്പറേറ്ററാണ് റോബർട്ട് ഓവൻ. അതുപോലെ തന്നെ നമ്മുടെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് റോബർട്ട് ഓവനെ കുറിച്ച് പഠിക്കാതെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആരംഭിക്കാൻ സാധിക്കില്ല. അത് അത്രയ്ക്ക് പ്രധാനപ്പെട്ട വ്യക്തിയാണ്. റോബർട്ട് ഓവനെ കുറിച്ച് നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ റോബർട്ട് ഓവൻ ജനിച്ചതും അതുപോലെ റോബർട്ട് ഓവൻ മരിച്ചതും. റോബർട്ട് ഓവൻ ജനിച്ച വർഷം 1771 റോബർട്ട് ഓവൻ ജനിച്ചത്. അതുപോലെ റോബർട്ട് ഓവൻ മരണമടഞ്ഞ അല്ലെങ്കിൽ അന്തരിച്ച വർഷം 1858. ഓക്കെ, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട വർഷങ്ങളാണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്നത് ജനനവർഷമാണ്. 1771 ഇദ്ദേഹം ജനിച്ചു, 1858 ഇദ്ദേഹം അന്തരിച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. റോബർട്ട് ഓവൻ്റെ ജനനവർഷവും അതുപോലെ മരണവർഷവും ഇത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ്. ഇതാണ് റോബർട്ട് ഓവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് റോബർട്ട് ഓവൻ. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പേര് ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് എന്നായിരുന്നു. ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് എന്നായിരുന്നു റോബർട്ട് ഓവൻ അറിയപ്പെട്ടിരുന്നത്. കാരണം ഇദ്ദേഹത്തിൻ്റെ പല ആശയങ്ങളും നടപ്പിലാക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ആശയങ്ങളായിരുന്നു. അതുകൊണ്ട് ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് എന്ന പേരിലാണ് ഇദ്ദേഹം പലപ്പോഴും അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം ജനിച്ചത് നമ്മൾ കണ്ടു 1771 മെയ് 14, തീയതി സഹിതമാണ് പറയുക. മെയ് 14 ഇദ്ദേഹം ജനിച്ചത് ന്യൂട്ടനിലാണ്. ന്യൂട്ടൻ അത് ഇംഗ്ലണ്ടിലെ സ്ഥലമായ ന്യൂട്ടനിൽ ജനിച്ചു 1771 മെയ് 14. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു കോപ്പറേറ്റീവ് കോളനിയുടെ പേരാണ് ന്യൂ ഹാർമണി എന്നുള്ള കോളനി എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇദ്ദേഹമാണ്. ഇദ്ദേഹം ഈ ന്യൂ ഹാർമണി എന്നുള്ള കോളനി എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1826 ഇദ്ദേഹം അമേരിക്കയിലാണ് ഈ ഒരു ന്യൂ ഹാർമണി എന്നുള്ള കോളനി എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ ന്യൂ ഹാർമണി എന്നുള്ള കോളനി 1826 USA സ്ഥാപിച്ചു റോബർട്ട് ഓവൻ. ഓക്കെ, അത് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് ഫാദർ ഓഫ് തിയറി ഓഫ് ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ്. അപ്പം തിയറി ഓഫ് ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ് പ്രൊഫൗണ്ടഡ് ബൈ റോബർട്ട് ഓവനാണ്. റോബർട്ട് ഓവൻ്റെ പ്രശസ്തമായ ഒരു തിയറിയാണ് ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ്. അതായത് സാഹചര്യങ്ങളാണ് മനുഷ്യനെ മാറ്റുക എന്നുള്ളൊരു തത്വമാണ് ഈ ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ് പറയുന്നത്. അപ്പം ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് റോബർട്ട് ഓവൻ. ഓക്കെ, അതും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, അദ്ദേഹം തൻ്റെ കരിയർ ആരംഭിച്ചത് മിൽ വർക്കറായിട്ടാണ്. അതിനുശേഷം അദ്ദേഹം ഓണർ ഓഫ് ദ മില്ലായി, ഒരു മില്ലിൻ്റെ ഓണറായി. ആ മില്ലിൻ്റെ പേര് ന്യൂ ലെനാർക്ക് മിൽ എന്നാണ്. അദ്ദേഹം തൻ്റെ കരിയർ ആരംഭിച്ചത് ഒരു മിൽ വർക്കറായിട്ട് അദ്ദേഹം കരിയർ ആരംഭിച്ചു. ലേറ്റർ അദ്ദേഹം ഒരു മില്ലിൻ്റെ ഓണറായി. ആ മില്ലാണ് ന്യൂ ലെനാർക്ക് മില്ല്. അപ്പോൾ റോബർട്ട് ഓവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായിരുന്നു ഈ ന്യൂ ലെനാർക്ക് മില്ല്. അപ്പോൾ ഏത് കോപ്പറേറ്ററുമായി ബന്ധപ്പെട്ട മില്ലാണ് അല്ലെങ്കിൽ സ്ഥാപനമാണ് ന്യൂ ലെനാർക്ക് മില്ല് എന്ന് ചോദിച്ചാൽ റോബർട്ട് ഓവനുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണ്. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് ഹി ഫൗണ്ടഡ് വില്ലേജ് കോപ്പറേറ്റീവ്സ്. ചൈൽഡ് ലേബർ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം സ്ഥാപിച്ചതാണ് വില്ലേജ് കോപ്പറേറ്റീവ്സ്. വളരെ പ്രധാനപ്പെട്ടതാണ്. വില്ലേജ് കോപ്പറേറ്റീവ്സ് സ്ഥാപിച്ചത്
റോബർട്ട് ഓവനാണ്. വില്ലേജ് കോപ്പറേറ്റീവ്സ് സ്ഥാപിച്ചത് റോബർട്ട് ഓവനാണ്. ഇത് അബോളിഷൻ ഓഫ് ചൈൽഡ് ലേബർ, അബോളിഷൻ ഓഫ് ചൈൽഡ് ലേബർ, അബോളിഷൻ ഓഫ് ചൈൽഡ് ലേബർ എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഇദ്ദേഹം സ്ഥാപിച്ച മൂവ്മെൻ്റാണ് വില്ലേജ് കോപ്പറേറ്റീവ്സ്. നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു മൂവ്മെൻ്റാണ്. റോബർട്ട് ഓവനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പദമാണ് ഇപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ 1821 കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ് റോബർട്ട് ഓവൻ. 1821 ടേം കോപ്പറേറ്റീവ് സൊസൈറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി, കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ് റോബർട്ട് ഓവൻ. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ച അദ്ദേഹത്തിൻ്റെ മാഗസിനായ ദ എക്കണോമിസ്റ്റിലാണ്. ദ എക്കണോമിസ്റ്റ്, ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. എക്കണോമിസ്റ്റ് എന്നുള്ള മാഗസിനിലാണ് ഇദ്ദേഹം ആദ്യമായിട്ട് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ 1821 ഈ സംഭവം നടക്കുന്നത്. 1821 എക്കണോമിസ്റ്റ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ മാഗസിനിൽ ഇദ്ദേഹം കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചു. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി വാസ് ബുക്ക് റിട്ടൺ ബൈ റോബർട്ട് ഓവൻ ഇൻ 1817. 1817 ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായ പുസ്തകം പുറത്തിറങ്ങി. അതിൻ്റെ പേര് എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി, എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി, എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി എന്നുള്ള ഒരു പ്രശസ്തമായ പുസ്തകം ഇദ്ദേഹം രചിച്ചു. 1817 ഇത് പുറത്തിറങ്ങുന്നത്. അപ്പോൾ എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി, എ ബുക്ക് റിട്ടൺ ബൈ റോബർട്ട് ഓവൻ ഇൻ 1817 ഇദ്ദേഹം പുറത്തിറക്കിയ ബുക്കാണ് എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി. അതുപോലെ ലേബർ എക്സ്ചേഞ്ച് സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. ലേബർ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ലേബർ എക്സ്ചേഞ്ച് സ്ഥാപിച്ച വ്യക്തിയാണ് റോബർട്ട് ഓവൻ. ഓക്കെ, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഇദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് നോ പ്രോഫിറ്റ് നോ കോമ്പറ്റീഷൻ നോ മണി. നോ പ്രോഫിറ്റ് നോ കോമ്പറ്റീഷൻ നോ മണി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആദ്യമായിട്ട് പറഞ്ഞ വ്യക്തിയാണ് ഇദ്ദേഹം. നോ പ്രോഫിറ്റ് നോ കോമ്പറ്റീഷൻ നോ കോമ്പറ്റീഷൻ നോ മണി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആദ്യമായിട്ട് പറഞ്ഞ അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉടമ അത് റോബർട്ട് ഓവനാണ്. അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഫാദർ ഓഫ് ലേബർ വെൽഫെയർ ആക്ടിവിറ്റീസ്. ലേബർ വെൽഫെയർ ആക്ടിവിറ്റീസിൻ്റെ ഫാദർ, ലേബർ വെൽഫെയർ ആക്ടിവിറ്റീസിൻ്റെ ഫാദർ റോബർട്ട് ഓവനാണ്. അദ്ദേഹം ഫാദർ ഓഫ് ലേബർ വെൽഫെയർ ആക്ടിവിറ്റീസിൻ്റെ ഫാദർ എന്നാണ് അറിയുന്നത്. ലേബർ വെൽഫെയർ ആക്ടിവിറ്റീസിൻ്റെ ഫാദർ അത് റോബർട്ട് ഓവൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ റോബർട്ട് ഓവനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് നമ്മളിപ്പോൾ കണ്ടു. അവ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. റോബർട്ട് ഓവൻ 1771 ജനിച്ചു, 1858 അന്തരിച്ചു. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്നറിയപ്പെട്ടിരുന്നത് റോബർട്ട് ഓവനാണ്. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് റോബർട്ട് ഓവനാണ്. അതുപോലെ യൂട്ടോപ്യൻ സോഷ്യലിസ്റ്റ് എന്നറിയപ്പെടുന്ന റോബർട്ട് ഓവനാണ്. 1771 മെയ് 14 ഇംഗ്ലണ്ടിലെ ന്യൂട്ടൺ എന്നുള്ള സ്ഥലത്ത് ഇദ്ദേഹം ജനിച്ചു. അതുപോലെ ന്യൂട്ടൺ ഇംഗ്ലണ്ട്. അതുപോലെ തന്നെ ന്യൂ ഹാർമണി എന്നുള്ള കോപ്പറേറ്റീവ് കോളനീസ് സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. 1826 അമേരിക്കയിലാണ് സ്ഥാപിച്ചത്. അതോടെ ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസ് എന്നുള്ള തിയറി ഇദ്ദേഹത്തിൻ്റെതാണ്. അതുപോലെ തന്നെ മിൽ വർക്കറായിട്ടാണ് ഇദ്ദേഹം തൻ്റെ ജീവിതം ആരംഭിച്ചത്. അതുപോലെ തന്നെ ന്യൂ ലെനാർക്ക് മില്ലിൻ്റെ ഓണറായിട്ട് ഇദ്ദേഹം മാറി. അതുപോലെ വില്ലേജ് കോപ്പറേറ്റീവ്സ്, ഇത് ചൈൽഡ് ലേബർ തടയാൻ വേണ്ടി ഇദ്ദേഹം സ്ഥാപിച്ചതാണ് വില്ലേജ് കോപ്പറേറ്റീവ്സ്. അതുപോലെ 1821 കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള പദം, 1821 കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള പദം അദ്ദേഹത്തിൻ്റെ ദ എക്കണോമിസ്റ്റ് എന്നുള്ള മാഗസിനിൽ 1821 ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് റോബർട്ട് ഓവൻ. അതുപോലെ 1817 എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി എന്നുള്ള ബുക്ക് ആദ്യമായിട്ട് ഇദ്ദേഹം പുറത്തിറക്കി. ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ബുക്കാണ് ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി. അതുപോലെ ലേബർ എക്സ്ചേഞ്ച് എന്നുള്ള പ്രസ്ഥാനം ആരംഭിച്ച ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ സ്റ്റേറ്റ്മെന്റ് ആണ് നോ പ്രോഫിറ്റ് നോ കോമ്പറ്റീഷൻ നോ മണി എന്നുള്ള സ്റ്റേറ്റ്മെന്റ്. അതുപോലെ തന്നെ ലേബർ വെൽഫെയർ ആക്ടിവിറ്റീസിന്റെ ഫാദർ എന്നറിയപ്പെടുന്നതും ഇദ്ദേഹമാണ്. ലേബർ വെൽഫെയർ ആക്ടിവിറ്റീസിന്റെ ഫാദർ. അടുത്തതായി നമ്മൾ പ്രധാനപ്പെട്ട ചില കൊട്ടേഷൻസ്, റോബർട്ട് ഓവനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കൊട്ടേഷൻസ് ആണ് ഒന്ന് നോക്കുക. CR ഫേ എന്നുള്ള കോപ്പറേറ്റർ റോബർട്ട് ഓവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, റോബർട്ട് ഓവൻ ഡിഡ് നോട്ട് ഇൻവെന്റ് ദ കോപ്പറേഷൻ ബട്ട് ഹി വാസ് ദ ഇൻസ്പിറേഷൻ ബിഹൈൻഡ് ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് റോബർട്ട് ഓവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് CR ഫേ ആണ്. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, റോബർട്ട് ഓവൻ ഡിഡ് നോട്ട് ഇൻവെന്റ് ദ കോപ്പറേഷൻ ബട്ട് ഹി വാസ് ദ ഇൻസ്പിറേഷൻ ബിഹൈൻഡ് ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് CR ഫേ, നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിയാണ് CR ഫേ. ഓക്കെ, അടുത്തത് മാൻ ബൈ ബർത്ത് ഈസ് നെയ്തർ ടു ഗുഡ് നോർ ബാഡ്, ഇറ്റ് ഈസ് സർക്കംസ്റ്റാൻസസ് ദാറ്റ് മേക്ക് ഹിം ഗുഡ് നോർ ബാഡ്. ഇത് റോബർട്ട് ഓവൻ്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. റോബർട്ട് ഓവൻ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്.
മാൻ ബൈ ബർത്ത് ഈസ് നെയ്തർ ടു ഗുഡ് ഓർ നോർ ബാഡ്, ഇറ്റ് ഈസ് സർക്കംസ്റ്റാൻസസ് ദാറ്റ് മേക്ക് ഹിം ഗുഡ് നോർ ബാഡ്. അദ്ദേഹം പറഞ്ഞത് ഒരു വ്യക്തി ജനിക്കുമ്പോൾ അദ്ദേഹം നല്ലതോ ചീത്തയായിട്ടല്ല ജനിക്കുന്നത്, എങ്കിലും സാഹചര്യങ്ങളാണ് അദ്ദേഹത്തെ നല്ലതോ ചീത്തയോ ആക്കുന്നത്. ഡോക്ടർ ഓഫ് സർക്കംസ്റ്റാൻസസിന്റെ അന്തസ്സത്ത അല്ലെങ്കിൽ സാരമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ്. റോബർട്ട് ഓവന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. മാൻ ബൈ ബർത്ത് ഈസ് നെയ്തർ ടു ഗുഡ് നോർ ബാഡ്, ഇറ്റ് ഈസ് സർക്കംസ്റ്റാൻസസ് ദാറ്റ് മേക്ക് ഹിം ഗുഡ് നോർ ബാഡ്. ഓക്കെ, അതുപോലെ തന്നെ റോബർട്ട് ഓവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ലൈഫ് ഓഫ് റിച്ച് പ്രോമിസസ് ബട്ട് പുവർ പെർഫോമൻസ്. റോബർട്ട് ഓവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. ലൈഫ് ഓഫ് റിച്ച് പ്രോമിസസ് ബട്ട് പുവർ പെർഫോമൻസ്. അദ്ദേഹത്തിൻ്റെ ജീവിതം റിച്ച് പ്രോമിസസ് ഒക്കെ നൽകിയ ഒരു ജീവിതമായിരുന്നു, പക്ഷേ ആ പ്രോമിസസ് ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ട ഒരു സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായില്ല. അതുകൊണ്ട് ലൈഫ് ഓഫ് റിച്ച് പ്രോമിസസ് ബട്ട് പുവർ പെർഫോമൻസ് എന്നാണ് റോബർട്ട് ഓവൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റോബർട്ട് ഓവനെ കുറിച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം കണ്ടു. ഇതിൽ നിന്ന് ഒരു പോയിന്റ് പോലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. എല്ലാം നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പോയിന്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ പുതിയൊരു മെത്തേഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ ക്ലാസ്സുകൾ എടുത്ത് നമ്മുടെ ടോപ്പിക്കൊക്കെ കവർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത ക്ലാസ് കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.